തരൂലായിരുന്നു. നോക്കിയേ ഇല്ലേ, ഞാൻ കണ്ട വീഡിയോ എല്ലാം പുറത്തെ രാജ്യക്കാരുടെ എല്ലാം ഇടാല്ലേ. ഇനിയിപ്പോ എടുത്ത് വെച്ചിട്ട് എന്തിനാ ആയിട്ടാണ് മാംഗോ. ഇത് വളരെ എളുപ്പമാണ്. മിൽക്ക് ഒന്നും വേണ്ട. മൊത്തം കുമ്മട്ടി എടുക്കട്ടെ? വേണോ? രണ്ട് വെറൈറ്റി ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടാ. കാരണം നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, കഴിച്ചിട്ടില്ല. എല്ലാ സമ്മറിലും ഞാൻ ഇത് വീഡിയോ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോഴൊക്കെ കഴിക്കാൻ കൊതിയാവും കേട്ടോ. അപ്പൊ എപ്പോഴും സമ്മറാകുമ്പോൾ നമുക്ക് എപ്പോഴും തണുത്ത് തണുത്ത് എന്തെങ്കിലും കഴിക്കാനല്ലേ തോന്നുള്ളൂ. നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന രണ്ട് ഡ്രിങ്കാണ്. ആദ്യത്തെ ഡ്രിങ്ക് മാംഗോ സാഗോ ഡ്രിങ്ക്, രണ്ടാമത്തെ വാട്ടർമെലൺ സാഗോ ഡ്രിങ്ക്. പക്ഷെ നമുക്ക് മാംഗോന്റെ സീസൺ അല്ലെന്നാണ് സേതട്ടൻ പറയുന്നത്. അപ്പൊ മാംഗോ നല്ല പഴുത്തത് വേണം സത്യത്തിൽ, എന്നാലാണ് ആ കറക്റ്റ് അതിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ആദ്യത്തെ ഫ്ലോപ്പായിട്ട് ഇവിടെ കിടപ്പുണ്ട്. ഒന്നാമത് ഈ ഫ്രൂട്ടൊക്കെ മേടിക്കണതേ ഒരു ലക്കാണ്. നല്ല ഫ്രൂട്ട്സ് ഒന്നും കിട്ടുമൊന്നുമില്ല, എല്ലാം ഈ നോക്കി വാങ്ങണം. ഇതൊരു ചെയ്തണ്ണ ഞാൻ മറ്റേ ചങ്ങമ്പുഴ പാർക്കിന്റെ ഫ്രണ്ടിൽ ഒരു കടയിൽ അവിടെ നിന്ന് വാങ്ങാൻ. അവിടെ ആണെങ്കിൽ പൊരിഞ്ഞ വെയിലത്താണ് എല്ലാം വാടിയ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതെവിടെന്നാവോ? ഇത് ഞാൻ ആ മറ്റേ AC ഉള്ള കടയിൽ നിന്ന്. ഏതാ കടയുടെ പേര് പറയൂ? ഫാമിംഗ്ടൺ. അപ്പൊ ഞാൻ അതിലെ രണ്ടു ഓടം തന്നെയാണോ? അപ്പൊ എന്താണെങ്കിലും ഞാൻ ഒരെണ്ണം അരിഞ്ഞിടാ. ഇത്തിരി മധുരമുള്ളത് ഞാൻ അരിഞ്ഞിടുന്നുണ്ട് കേട്ടാ. പുഴുണ്ടോ? പുഴുവൊന്നുമില്ല. അമ്മ ഇവിടെ ഇല്ലല്ലോ. അമ്മ എവിടെ? എനിക്കറിയില്ല. ആ അമ്മ അതേ പുറത്തുണ്ട്. വല്യമ്മ ഞാൻ വീഡിയോ ചെയ്യണേട്ടാ. ഇതാ വല്യമ്മ വന്നിട്ടുണ്ടായി. വല്യമ്മ അച്ചാറൊക്കെ ഇട്ട് വന്ന. ഇത് കുഴപ്പമില്ലല്ലേടി? ഇത് കുഴപ്പമില്ല. എന്തിനാണ് കടിക്കാൻ വേണ്ടിട്ടുള്ള രീതിയിലാണ്? അത് തന്നെ, കടിക്കാൻ വേണ്ടിട്ടുള്ള രീതിയിൽ ആണല്ലേ. നോക്കാം. നമുക്ക് പഞ്ചാരയും ഒക്കെ ഇട്ട് എന്താണ് നമ്മള് മിൽക്ക് മെയ്ഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. സെറ്റാണ്. എനിക്ക് നല്ല ഇങ്ങനത്തെ കളറിലെ മാമ്പഴം കിട്ടണമെന്നായിരുന്നു. ഭയങ്കര ഒരു ഓറഞ്ച് കളർ. ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഹാഫ് എടുക്കണുള്ളൂ മിക്സിയിലിട്ട് അടിക്കാൻ. കാരണം ഭയങ്കര പുളിയല്ലേ, അത് മതിയാകും. മിൽക്ക് മെയ്ഡ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ എല്ലാരും മാംഗോ സാഗോ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്താ നോക്കിയാൽ എല്ലാരും നല്ല മഞ്ഞ മാമ്പഴത്തിന്റെ കളർ എന്ന് പറയില്ല, ആ മാങ്ങ വെച്ചാണ് ചെയ്യണത്. ഇതെല്ലാം അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടാ. പിന്നെ ഇപ്പൊ റമദാൻ മാസമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ വെറൈറ്റി ഡ്രിങ്ക് ആയിരിക്കും എല്ലായിടത്തും. കടയിൽ പോയാലും എല്ലാ വീട്ടിലും. എനിക്കിപ്പോ സാഗോ ഡ്രിങ്ക് എന്ന് പറയുമ്പോ ഒരു ക്യൂരിയോസിറ്റി വന്നിട്ടുണ്ട്. കാരണം അത് ഭയങ്കര സ്റ്റിക്കി പോലെ ഇരിക്കുന്നുണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. അത്രയും പാല് മതിയാ? അല്ല, ഒന്ന് അടിക്കാം. അന്ന് നമുക്ക് അങ്ങനെ മിസ്റ്റേക്ക് വന്നത്. ഈ ഞാൻ ഇതുണ്ടാക്കിയായിരുന്നു, എന്താണ് കണ്ണൂർ കോക്ടെയിൽ. അമ്മയൊക്കെ പറയണ്ടായി ആദ്യം നീ ഇത്തിരി പാലൊഴിച്ച് അടിക്കടി എന്ന് പറയുന്നത്, എന്നാലും അത്ര നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് അറിയുള്ളൂ. അത് ഈ ഡ്രിങ്കിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ലല്ലോ. അതെ, ഇതൊക്കെ ഓരോന്നോരോന്ന് പറഞ്ഞാൽ മതിയോ? എനിക്ക് തോന്നുന്നു ആ മാംഗോ പൾപ്പ് മേടിച്ചാൽ മതിയായിരുന്നു. മാംഗോ വാങ്ങാതെ ഞാൻ ആലോചിക്കുന്നത് ഇതിൽ കുറച്ച് മധുരം ആഡ് ചെയ്താലോ. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ. കുടിച്ചു നോക്കാം, എന്നിട്ട് ആഡ് ചെയ്യും. അല്ല, മധുരം ഉണ്ടാവില്ല കേട്ടോ. എന്തായാലും മധുരം വേണം നമുക്ക്. പഞ്ചസാര കുറച്ചും കൂടെ പാലൊഴിച്ചു കൊടുക്കാം. മറ്റതിന് പാലുണ്ടാ? ഉണ്ട്. വാട്ടർമെലൺ ഇനി ഒരു പാക്കറ്റ് പൊട്ടിക്കാനുണ്ട്. കുറച്ച് മഞ്ഞ പൗഡർ ഉണ്ടെങ്കിൽ ഇടായിരുന്നു അല്ലേ, കളറിന് വേണ്ടി. മിൽക്ക് മെയ്ഡും സൂപ്പർ സൂപ്പർ ഒഴിക്കാം നമുക്ക്. മിൽക്ക് മെയ്ഡ് എപ്പോഴായിട്ടുണ്ട്? മിൽക്ക് മെയ്ഡ് ഇത് ഒഴിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് ഒഴിക്കട്ടെ എന്നാ. അപ്പൊ ഞാനൊരു കാര്യം പറയാം. മിൽക്ക് മെയ്ഡ് ഒഴുക്കി സാഗോ ഇട്. സാഗോ ലാസ്റ്റ് ആണ് ഇടുന്നത്. അങ്ങനെയില്ല ചേട്ടാ, നമുക്ക് മിൽക്ക് ലാസ്റ്റ് ഒഴിക്കാം, എന്നാലല്ലേ എല്ലാം കാണാൻ പറ്റും. ഇതൊന്ന് പൊട്ടിച്ചെന്ന്. അതിന് നാക്കുമുറി കേട്ടോ. നാക്കുമുറി. അപ്പൊ അത് ഈ മാംഗോ സാഗോ ഉണ്ടാക്കാനായിട്ട് മാങ്ങ അതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി
നമ്മൾ അരിഞ്ഞ് ബൗളിലേക്ക് ഇടുക. അതിനുശേഷം കുറച്ച് പാലും കുറച്ച് മാങ്ങയും കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ മിൽക്ക് മെയ്ഡ്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ സാരമില്ല, പഞ്ചസാര ആണെങ്കിലും മതി. വേണമെങ്കിൽ ഒഴിച്ചാ പോരെ? പേടിക്കണതല്ല, മധുരം കൂടും. എനിക്ക് അത്ര ഇഷ്ടമല്ല മധുരം. പിന്നെ ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞ മധുരമല്ല, പച്ചവെള്ളം കുടിച്ചാ പോരെ? ഇനി എന്താ ഇത് സാഗോ. കാരണം ഇതെന്ത്, ഇതിന്റെ പേരെന്താ? മാംഗോ സാഗോ. അത് ഇടണം ഇതിന്റെ ഉള്ളില്. എല്ലാം ഇടാ അല്ലേ? ഇനി എടുത്ത് വെച്ചിട്ട് എന്തിനാ ഇത്ര ഇടാണോ? നമുക്കറിയാൻ പാടില്ലല്ലേ ഇത്. ആ ഇനി നമ്മൾ അടുത്തത് ഇനി എന്താ ചേട്ടാ? ഇനി ജെല്ലി പീസ് ആക്കണം. ചെറിയ ചെറിയ മാംഗോ അരിഞ്ഞ അതുപോലെ അരിയണം. ഞാനല്ലേ കാണിച്ചു തന്നത്. ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഇതുപോലെ ജെല്ലി വാങ്ങിയിട്ടുണ്ട്. ഇത് കണ്ട. ആക്ച്വലി ഈ ജെല്ലി എന്ന് പറഞ്ഞാണ്ടല്ല, നമുക്ക് ഇടണോന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായ? ഓ മൈ ഗോഡ്, ലച്ചുണ്ടായിരുന്നെങ്കിൽ തരൂലായിരുന്നു. നോക്കിയേ. അപ്പൊ നമുക്ക് ഇതൊന്ന് മാംഗോ ചെയ്ത പോലെ പീസാക്കി ഇങ്ങനെ പീസ് കിട്ടുമായിരുന്നല്ലോ ഇത് കേട്ടാ. ഓ ഇതിന്റെ ഉള്ളിൽ ഉണ്ടല്ലോ പീസ്. കണ്ടതേ ഇല്ലേ? ഞാൻ കണ്ട വീഡിയോ എല്ലാം പുറത്തെ രാജ്യക്കാരുടെ. ഓക്കെ, ഞാൻ നോക്കാം. ഒരു ജെല്ലിയും കഴിച്ചു നോക്കട്ടെടാ. കേട്ടാ ഭയങ്കര ടേസ്റ്റ്. ജെല്ലി മസ്റ്റാണ് കേട്ടാ. മറ്റേ ജെല്ലി കൊണ്ട് ഇടണോ? വേണ്ട ഇതോട്ടാ, കൊറേ ആയാലേ. നമുക്ക് നോക്കിട്ട് വേണമെങ്കിൽ ഇടാം. ആഡ് ചെയ്യട്ടെ? റെഡി 1. ഇത് കുറച്ച് തിക്കായിട്ടാണ് കേട്ടാ മാംഗോ. മിക്സ് ചെയ്യാം. എന്റെ പൊന്നു മോനെ, സാഗോ ഇതാവണില്ല ഇത് കേട്ടാ. കട്ട പോലെ ഇരിക്കുക. അതെ, കുറച്ചും കൂടി ഇതായിട്ട് ഉണ്ടാക്കണം. എന്തായിട്ട്? ഒന്നുകൂടി തിളപ്പിക്കണം. തിളപ്പിച്ച അത്രയും കട്ടയായി പോവും. ഇത് കണ്ട. നമുക്കിതൊന്ന് ഇത് വെച്ചൊന്ന് ഇങ്ങനെ ആക്കിയിട്ടാലാ. നമുക്ക് അറിയില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ സാഗോ വെച്ച് നമ്മൾ ഇത് കഴിച്ചിട്ടുണ്ട്. എന്ത് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇത് വെച്ച്. അപ്പൊ ഇത് അറിയണവരൊന്ന് കമന്റ് ചെയ്തിട്ടത് ഇങ്ങനെ തന്നെയാണോ? വാട്ട് എ ലവ്ലി ഡ്രിങ്ക്. ഇനി ഐസ്. ഐസ് ലാസ്റ്റ് ഇട്ടാ മതിയാ? ഐസ് ഇട്ടോ തണുക്കട്ടെ. ഓ സോറി. നമ്മള് ഐസ് ഇങ്ങനെ ക്യൂബ് വാങ്ങിയിട്ടുണ്ടായി. അപ്പൊ സുഖല്ലേ? കിട്ടണൂല്ല. ഇത് വെച്ച് ഇടിക്ക്. ഇങ്ങനെ കിട്ടും. വെറുതെ അതിൽ ഉള്ളിയൊക്കെ ഇടിച്ചോണ്ടേ ആ ഒരു മണം വരും. മതിയില്ലേ? ഒരു പഞ്ചസാര ഇടണോ? മതി. അടുത്ത നമുക്ക് രണ്ടാമത്തെ ഡ്രിങ്ക് വാട്ടർമെലൺ സാഗോ ഡ്രിങ്ക്. ഇത് വളരെ എളുപ്പമാണ്. മിൽക്ക് ഒന്നും വേണ്ട. അടിക്കണ്ടേ? അടിക്കണം. വാട്ടർമെലൺ മാത്രം അടിക്കണം. വാട്ടർമെലനും മിൽക്ക് വേണ്ടെന്നാ? വേണ്ട. മിൽക്ക് മെയ്ഡ് ഒക്കെ വേണം. അപ്പം വാട്ടർമെലനിൽ ഇത് അടിക്കോടി? വാട്ടർമെലൻ അടിക്കുന്നത് ഉറപ്പാണ്. എന്നാ പോയി ഒന്ന് നോക്കി. ഞാനിപ്പോ ഇങ്ങനെ ഉണ്ടാക്കാൻ പോണം. ഓ നല്ല കുമ്മട്ടിയാണ് കേട്ടോ. ഇത് എവിടെന്നാ? ഇത് ആ കടയിൽ ഫാമിംഗ് ചെയ്തിട്ട് ഇനി ഇങ്ങനെ മുറിച്ച് വെക്കണ വാങ്ങിയാൽ മതി. നമ്മള് വാങ്ങണത് വലിയ കുമ്മട്ടി വാങ്ങും, പക്ഷെ ഉള്ളൊട്ടും പഴുത്തിട്ടുണ്ടാവില്ല. തൊണ്ട് കത്തണ്ടല്ലടി പോയെന്നു. അല്ല ഞാൻ പറയണതേ, എന്താ തൊണ്ടോടുകൂടി അരിയണോ? അല്ല അതിന്റെ ഉള്ളിൽ നിന്ന് ഇതെടുത്ത് കഴിഞ്ഞാ പോരെ. ഞാനിങ്ങനെ ചെയ്യാറ്. അപ്പൊ അധികം പോവൂല നമുക്ക്. തൊണ്ട് കടിക്കും. ഇത് നമുക്ക് നല്ല കുമ്മട്ടിയാണല്ലേ. ഇങ്ങനെ വാങ്ങിയാ മതി കേട്ടോ. ഇത് കേട്ടാ ഞങ്ങൾ എപ്പോഴും വാങ്ങും, വലുതൊക്കെ നോക്കി മേടിക്കും. പക്ഷെ എന്താ പറയാ, ഒന്നും പഴുത്തിട്ടുണ്ടാവില്ല. എന്നാലും ഞങ്ങൾ ഇതുപോലെ മുറിച്ചു വെച്ചേക്കണ എടുത്തത്. മതിയില്ലേ ഇത് കേട്ടാ?
നമുക്ക് കുറച്ച് അടിക്കാം മിക്സിയിലിട്ട്. കുരു മാറ്റിയിട്ട് വേണം അടിക്കാൻ. എനിക്കിത് കണ്ടിട്ട് കഴിക്കാൻ കൊതിയാവും. അപ്പൊ നീ അത് അടുത്ത് ഇതെടുത്ത് വെച്ചേക്കണം. എന്ത് ഇതാ? ഇത് വേണോ? അല്ല, അതും അടിക്കണ്ടേ? കൊറേ വേണ്ട, ഇത്രയും മതിയാ അടിക്കാൻ? നമുക്ക് വേണം കുറച്ച് പാല് വേണ്ടി വരുമോ അല്ലേ? പാല് ഇതും കൂടി ചേർത്ത് അടിക്കാം നമുക്ക്. പാല് വേണ്ടെന്ന് പറഞ്ഞാ ഇപ്പൊ പാല് ഇടക്കൊക്കെ ഒരു തെറ്റ് പറ്റൂലേ ചേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടം കുമ്മട്ടി. ഇങ്ങനെ ഒന്നും ജ്യൂസും ഇഷ്ടല്ല, വെറുതെ കുത്തി കുത്തി പഞ്ചസാര ഇട്ട് തിന്നണ ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഴിക്കണ ഇഷ്ടം. ഓക്കെ അല്ലേ ചേട്ടാ? നമുക്ക് ലാസ്റ്റ് ഇവിടെ ക്ലിയർ ചെയ്യാം കേട്ടാ. അപ്പൊ ഇത് എടുക്കണില്ലേ? നോക്കിട്ട് അടിക്കാതെ, മാങ്ങ നമ്മൾ പകുതിയല്ലേ അടിച്ചിട്ടുള്ളൂ. ഇതെല്ലാം എടുക്കണം. ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ, കാരണം കുമ്മട്ടിക്ക് നാച്ചുറൽ മധുരം ഉണ്ട്. എങ്ങനെയുണ്ട്? ഇങ്ങനെ അടിച്ചപ്പോഴല്ലേ കുറച്ചും കൂടി ഒഴിക്കാം. ഓ, ആ കളറ് വന്നത് ഇപ്പഴാ. മൊത്തം കുമ്മട്ടി എടുക്കട്ടെ? വേണോ? ഓക്കെ, ഇത്രയും മതിയാവും അല്ലേ ചേട്ടാ? ഇത് വേണ്ട. കൊഞ്ചം പാൽ, പഞ്ചസാര മിക്സ്ഡ്. അരിക്കാം. ശരിയാ ചെയ്തേട്ടൻ പറഞ്ഞ, ഈ പാലില്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രിങ്കാ. അപ്പൊ അവരെന്താ കണ്ടത്? ഇങ്ങനെ അടിച്ച കുരു കണ്ട, അടിഞ്ഞിട്ടില്ല കണ്ട. ഒരു നാക്കിനെ നമ്മള് ടിക് 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 ഇങ്ങനെ അടിച്ചാണ്. അപ്പൊ അതേ നമ്മളെല്ലാം അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതില് ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം? സാഗോ ഒന്ന് ഇളക്കിയിട്ട് ഇട്, ഇളക്കി ഉടച്ചിട്ട് ഇട്. ഇങ്ങനെ അല്ലേ? ഇത് ഇത്തിരി ഇതായിട്ടുണ്ട്, എനിക്ക് അത് ഫ്രീസ് ആയിട്ടിരിക്കണോണ്ടായിരിക്കും. കണ്ടില്ലേ? ഇതൊന്നും കാണിച്ചില്ലേ? കസ്കസ്. അപ്പൊ ഇതില് ഇത് വേണ്ടേ? മിൽക്ക് മെയ്ഡ് വേണം. ഐസും വേണം. നെച്ചുവിന്റെ എപ്പോഴത്തെ ആഗ്രഹമാണ് ഇവിടെ ഒരു കസ്കസ് മേടിക്കണം. നമ്മൾ മേടിക്കാറില്ലല്ലോ കസ്കസ്. ഇല്ല, കഴിഞ്ഞു കസ്കസും. പഞ്ചസാര കൂടി ഇടണോ? അതില്ല, ഇതാണോ? മതി. നമുക്ക് ഐസ്. ഈ ഐസ് ക്യൂബിന് എത്ര? 40 രൂപ. ശരിക്കും ഇത് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, നാളെ ഉച്ചക്കൊക്കെ കിട്ടണം. ഓ മോനെ, നാളെ ഉച്ചക്ക് ഇത് ഇപ്പൊ തന്നെ തികയോന്നാണ് എന്റെ പേര്. അപ്പൊ നമ്മുടെ 2 ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഈ ഡ്രിങ്ക് ഗ്ലാസ്സിലേക്ക് മാറ്റിയാലോ? ഓക്കെ. ചെയ്തിട്ട് മാത്രമല്ല ആദ്യം ഫസ്റ്റ് ചെയ്തിട്ട് മാത്രമല്ല. വേണ്ട വേണ്ട, പണ്ടെടുത്ത ഈ സൈഡിലിരിക്കുന്ന ആളുടെ എന്നാ പിടിക്ക്. ഞാൻ മാംഗോ പറ്റൂല, ഞാൻ മാംഗോ. എന്നാ
അപ്പൊ സാഗോ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടെന്ന് ഓ മൈ ഗോഡ്, എനിക്ക് വയ്യ. കുറെ ജെല്ലിയൊക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്. എന്തേ ഞാനിത് നേരത്തെ ഉണ്ടാക്കിയില്ല. മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടാ. വെറുതെ അല്ല, മില്യൺ വ്യൂസ് ഒക്കെയാണ് ഷോർട്സ് ഒക്കെ എടുക്കുക. ഈ വാട്ടർമെലൺ ഇല്ലേ, കുറച്ചുകൂടി ചെറുതായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാവും. അല്ല ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല കേട്ടാ. താഴെ പോകും. മാങ്ങ ചെറിയ പുളിയുണ്ട്. ഇവിടെയൊക്കെ തണുപ്പ്, എനിക്ക് ഇവിടെയൊക്കെ തണുപ്പ് കിട്ടണം. ഇതാ സാഗൊക്കെ ഇട്ടോണ്ടാണ് ആ ടേസ്റ്റ് വന്നേക്കണത് ഇത് കേട്ടാ. ഒരു കാര്യം പറയട്ടെ. എന്താണ് ഇതാ നല്ലത്, എവിടെയൊക്കെ പോണ്. ഇതാ നല്ലത്. തനിക്ക് വാട്ടർമെലൺ. പക്ഷെ വേറെ മാങ്ങക്ക് കുറച്ച് പുളിയുണ്ട്, പക്ഷെ ഡ്രിങ്ക് ഇതാണ് നല്ലത്. സൂപ്പർ ഡ്രിങ്ക്. വാട്ടർമെലൺ ഇത്തിരി മധുരമാവാൻ തോന്നണം. ഇത് അടിപൊളി സാധനമാണ്. അതായത് ഒരു കുറച്ച് തിക്ക്, ഇത് കുറച്ച് വാട്ടർ ബേസ്ഡ് ആണ്, ഇത് കുറച്ച് തിക്കുണ്ട്. മനസ്സിലായോ? ഇത് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞല്ലേ. പായസമൊക്കെ അപ്പുറത്തും കിടക്കില്ലേ. എന്ത് ടേസ്റ്റ്. ഇതില് നമുക്ക് ഈ വാട്ടർമെലണില് കോക്കനട്ടിന്റെ ജെല്ലി വേണമെങ്കിൽ ഇടാട്ടാ. എന്ത് ടേസ്റ്റാ. എല്ലാരും ഉണ്ടാക്കണ്ട്. എനിക്ക് നിങ്ങൾക്ക് ഡ്രിങ്ക് കൊടുത്താലോ എല്ലാവർക്കും പൈസക്ക് വാങ്ങോ. ജെല്ലി ഇത് കടിച്ച ഇത് ഭയങ്കര വലിയ പീസായി. മനസ്സിലായ? കുറച്ച് ചെറിയ പീസ് എന്നാലും അല്ലെങ്കിൽ കുടിക്കുമ്പോ അകത്തോട്ട് കയറി പോകും. സമയം ഉണ്ടായില്ലല്ലോ ചേട്ടാ, ലക്ഷ്യനെ വിളിക്കാൻ പോണ്ടേ. ഒന്നും പറയാനില്ല. കസ്കസ് ഇട്ടില്ലെങ്കില് ഇതിനകത്ത് കുറച്ചുകൂടി ജെല്ലിയൊക്കെ ആവാം. ജെല്ലിയൊക്കെ ഇട്ടണം കേട്ടോ. ഭയങ്കര നമ്മൾ നിർത്തൂല കേട്ടോ. ഇത് കുടിച്ചു കഴിഞ്ഞാ നിർത്താതെ കുടിച്ചോണ്ടിരിക്കും. അത്ര ടേസ്റ്റ് ഉണ്ട്. അനന്തിന് ഒരു ഗ്ലാസ് കൊടുക്കായിരുന്നു. അനന്തു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമോ? സാധനം തരാനാ. ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്യണേ. 10 മിനിറ്റ് കഴിയുമ്പോ വാട്ടാ. അപ്പൊ ഉണ്ടാവും ഒരു ഡ്രിങ്ക് തരാനാ. അടിപൊളി കേട്ടാ. അപ്പൊ എല്ലാരും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടാ. സമ്മറിലൊക്കെ ഇനി ഉണ്ടാക്കി വെച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വന്നിട്ട് ഫ്രിഡ്ജ് ഒന്നും കൂടി ചെന്ന് കഴിച്ചു കഴിഞ്ഞാണ്ടല്ല എനിക്കൊരു റിഫ്രഷിങ്. അതില് ഇപ്പൊ ഈ ചവ്വരി ഇട്ടിങ്ങനെ അറിയണില്ലല്ലോ. അപ്പൊ എല്ലാരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിസാരം പേരാക്കി വരാം. ബൈ. കുറച്ചും കൂടി മാംഗോ എടുക്കും. തോന്നി ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് ചോദിക്കുന്നു എനിക്കറിയായിരുന്നു.